മോദിയുടെ അവസാനിക്കാത്ത വിദ്വേഷ പ്രചാരണങ്ങൾ. 2002 ഗുജറാത്ത് വംശഹത്യയിലൂടെയാണ് നരേന്ദ്രമോദി രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരനായി മാറിയത്. ഇന്ത്യയുടെയും ഗുജറാത്തിന്റെയും രാഷ്ട്രീയഗതി തന്നെ മാറ്റിമറിക്കുന്നതിന് കാരണമായ ഇന്നും ദുരൂഹത അവസാനിക്കാത്ത ഗോദ്ര ട്രെയിൻ തീവെപ്പിന്റെ പേരിൽ ആസൂത്രിതമായി നടത്തിയ കലാപത്തിൽ 3 ദിവസം കൊണ്ട് 2000-ത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം ആയുധമാക്കി ഗുജറാത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്കെത്തിയ മോദി പ്രധാനമന്ത്രി പദത്തിൽ 10 വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വിദ്വേഷ പ്രചാരണത്തിനപ്പുറം ഒന്നും പറയാനില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം തെളിയിക്കുന്നത്. മോദി ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ഏശില്ലെന്നും BJP ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടി നേരിടുമെന്നും റിപ്പോർട്ടുകൾ വന്നതോടെയാണ് മോദി വീണ്ടും വിദ്വേഷ പ്രചാരണമായി എത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ പഴയ പ്രസംഗം മോദി പൊടിതട്ടി പുറത്തെടുത്തത്. മുൻ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ വളച്ചൊടിക്കുന്നതിനു പുറമെ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പേരിൽ കള്ളങ്ങൾ എഴുന്നള്ളിക്കുകയും കൃത്യമായും മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കാനെന്നോളം ആപൽക്കരമായ പരാമർശങ്ങളും മോദി നടത്തി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുണ്ടാകുന്നവർക്കും നൽകുമെന്നായിരുന്നു മോദിയുടെ മുന്നറിയിപ്പ്. രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞതെന്നായിരുന്നു മോദിയുടെ പരാമർശം. സ്ത്രീകളുടെയെല്ലാം സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ടെന്നും മോദി കള്ളം പറഞ്ഞു. അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യമെല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നൽകണോ എന്ന് ആൾക്കൂട്ടത്തോട് ചോദ്യമറിയുകയും ചെയ്തു. 2006 ഡിസംബർ 9 നടന്ന നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗമാണ് അന്നെന്ന പോലെ ഇന്നും BJPയും നരേന്ദ്രമോദിയും വളച്ചൊടിച്ച് രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണമുണ്ടാക്കാനുള്ള BJP ശ്രമം തിരിച്ചറിഞ്ഞ് അന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ വിദ്വേഷ പ്രചാരണം തന്നെയാണ് മോദിയുടെ പ്രധാന ആയുധം. ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയ്ക്ക് പിന്നാലെ ആ മുറിവിൽ ഉപ്പുപുരട്ടുന്ന നിലപാടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദി സ്വീകരിച്ചത്. കലാപാനന്തരം മോദി നടത്തിയ ഗൗരവ് യാത്രയിൽ ഉയർന്നു കേട്ടത് പലപ്പോഴും വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നു. മുസ്ലിം സമുദായത്തിനെതിരെ വെറുപ്പുൽപാദിപ്പിക്കാൻ മാത്രം ശേഷിയുള്ളതായിരുന്നു അതെല്ലാം. 2002 കലാപത്തിന് പിന്നാലെ അത് മുതലെടുത്ത് വീണ്ടും അധികാരത്തിലെത്താമെന്ന കണക്കുകൂട്ടലിൽ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന BJPയുടെ ആവശ്യം നിരസിച്ചതിന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ JM ലിങ്ഡോക്കെതിരെയും മോദി വിദ്വേഷ പരാമർശം നടത്തി. ലിങ്ഡോയുടെ ക്രിസ്ത്യൻ പശ്ചാത്തലം എടുത്തു പറഞ്ഞായിരുന്നു അത്. JM ലിങ്ഡോ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ജെയിംസ് മൈക്കൽ ലിങ്ഡോ എന്ന് വിളിച്ചായിരുന്നു പരാമർശം. അദ്ദേഹം ഇറ്റലിയിൽ നിന്നാണോ വന്നത്, സോണിയാഗാന്ധിയും ലിങ്ഡോയും പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ടോ എന്നും മോദി എടുത്തിട്ടു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധം അലയടിച്ചപ്പോൾ അതിനെയും മുസ്ലിം വിരുദ്ധമാക്കി തിരിച്ചടിക്കാനാണ് മോദി ശ്രമിച്ചത്. സമരക്കാരെ അവരുടെ വസ്ത്രം നോക്കി തിരിച്ചറിയാമെന്നാണ് അന്ന് മോദി പറഞ്ഞത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവും അന്ന് മോദി ഉന്നയിച്ചു. പാകിസ്ഥാനികൾ ഏറെ കാലമായി ചെയ്യുന്നതാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നാണ് മോദി പറഞ്ഞത്. 2013 റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളെക്കുറിച്ച് മോദി നടത്തിയ പരാമർശവും വലിയ വിവാദമായിരുന്നു. കലാപത്തിൽ താങ്കൾക്ക് വേദനയില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കാറിന്റെ ബാക്ക് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു പട്ടിക്കുട്ടി ടയറിനിടയിൽ കുടുങ്ങിയാൽ അത് വേദനയുണ്ടാക്കില്ലേ? ഞാനൊരു മുഖ്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും ഞാനൊരു മനുഷ്യനാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും മോശപ്പെട്ട കാര്യം സംഭവിച്ചാൽ എനിക്ക് വിഷമമുണ്ടാകും. ഇതായിരുന്നു മോദിയുടെ മറുപടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോഴും വിദ്വേഷ പ്രചാരണവുമായി മോദി രംഗത്തെത്തി. ഹിന്ദുക്കളെ ഭയന്നിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട് തെരഞ്ഞെടുത്തതെന്നും ഹിന്ദു ഭൂരിപക്ഷ സീറ്റുകളിൽ മത്സരിക്കാൻ രാഹുലിന് പേടിയാണ്, അതുകൊണ്ടാണ് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ സീറ്റുകൾ കണ്ടുപിടിച്ച് മത്സരിക്കുന്നതെന്നായിരുന്നു പരാമർശം. ഇതിനെതിരെ കോൺഗ്രസ് പരാതി നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് ക്ലീൻ ചീറ്റ് നൽകി നടപടി അവസാനിപ്പിക്കുകയും ചെയ്തു. 2023 ജൂൺ 22 ജോ ബൈഡനുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അഭിമാനിക്കുന്ന ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളോട് വിവേചനം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? വിമർശകരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉയർത്തിപ്പിടിക്കുന്നതിനും എന്ത് നടപടികളാണ് നിങ്ങളും നിങ്ങളുടെ സർക്കാരും സ്വീകരിച്ചിരുന്നത് എന്ന ചോദ്യം കേട്ടപ്പോഴുള്ള മോദിയുടെ മുഖഭാവങ്ങൾ വൈറലായിരുന്നു.
ചോദ്യത്തെ നിഷേധിക്കുകയായിരുന്നു അന്ന് മോദി ചെയ്തത്. അതിനു പിന്നാലെ ചോദ്യമുന്നയിച്ച മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് വലിയ തോതിൽ സൈബർ ആക്രമണങ്ങളും ഉണ്ടായി. 2023 പുറത്തുവന്ന ഹിന്ദുത്വ വാച്ചിന്റെ റിപ്പോർട്ടിലുണ്ട് ഇന്ത്യയിലെ വിദ്വേഷ പ്രസംഗങ്ങളുടെ വർധനയെക്കുറിച്ച്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയും അനുബന്ധ കക്ഷികളുമാണെന്നാണ് റിപ്പോർട്ടുകളിലുണ്ടായിരുന്നത്. 255 വിദ്വേഷ പ്രസംഗങ്ങളിൽ 80% മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇതെല്ലാം നടന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നുവെന്നും 2014 മോദി അധികാരത്തിൽ വന്ന ശേഷം മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ വ്യാപകമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നു മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടന്നത്. വിദ്വേഷ പ്രസംഗം മാത്രമല്ല, ബഹിഷ്കരണം, ആക്രമണാഹ്വാനവും മുസ്ലിം സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷം നിറഞ്ഞതും ലൈംഗികത നിറഞ്ഞതുമായ സംസാരവുമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രസംഗിച്ചവരിൽ മുഖ്യമന്ത്രിമാരും നിയമസഭാ അംഗങ്ങളും BJPയിലെ മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നു. നടപടിയെടുക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി. പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരം വെറുപ്പിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്.